കോട്ടയം, ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുല്ലകിയാറിന് കുറുകെയുള്ള ഏന്തിയാർ വലിയിഞ്ചിപ്പടി നടപ്പാലം തകർന്ന് 4.5 വർഷം പിന്നിട്ടു. 2021 ഒക്ടോബർ 16 ഉണ്ടായ പ്രളയത്തിലാണ് മുക്കുളം ഈസ്റ്റ് മേഖലയിലെ ആളുകളുടെ ഏക ആശ്രയമായിരുന്ന നടപ്പാലം തകർന്നത്. പ്രളയത്തിൽ കൂട്ടിക്കൽ, കൊക്കയാർ, മുണ്ടക്കയം പഞ്ചായത്തുകളിലായി ചെറുതും വലുതുമായ നിരവധി പാലങ്ങൾ തകർന്നെങ്കിലും അവയിൽ ഭൂരിഭാഗവും പുനർനിർമ്മിച്ചു. എന്നാൽ നൂറുകണക്കിന് ആളുകൾ അധിവസിക്കുന്ന മുക്കുളം ഈസ്റ്റ് മേഖലയിലെ ആളുകളെ ദുരിതത്തിലാക്കിയ വലിയിഞ്ചിപ്പടി നടപ്പാലം പുനർനിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ പ്രദേശവാസികൾ 3 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ഏന്തിയാർ ഈസ്റ്റ് പാലം വഴി വേണം ഏന്തിയാറ്റിൽ എത്താൻ. സ്കൂൾ തുറക്കുന്നതോടെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ്. മുക്കുളം ഈസ്റ്റ് മേഖലയിലെ ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്നത് ഏന്തിയാർ കൂട്ടിക്കൽ പ്രദേശത്തെ സ്കൂളുകളിലാണ്. നടപ്പാലമുള്ളപ്പോൾ 100 കിലോമീറ്റർ കാൽനടയെ സഞ്ചരിച്ച് മറുകര എത്താവുന്ന കുട്ടികൾക്ക് പുല്ലകിയാറ്റിലെ ജലനിരപ്പ് ഉയരുമ്പോൾ കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളെയോ സ്കൂൾ ബസ്സുകളെയോ ആശ്രയിക്കണം. ഇതിനായി ഓരോ മാസവും നല്ലൊരു തുക തന്നെ വിദ്യാർത്ഥികൾ മുടക്കേണ്ട അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. നാളുകളായുള്ള പ്രദേശവാസികളുടെ യാത്രാദുരിതത്തിന് ഒരു പുതിയ സർക്കാർ പരിഹാരമുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നിരവധി തവണ നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും വലിയിഞ്ചിപ്പടി പാലം പുനർനിർമ്മിക്കാനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. പുതുതായി അധികാരത്തിലെത്തിയ പീരുമേട്, പൂഞ്ഞാർ MLA-മാരെ തങ്ങളുടെ യാത്രാദുരിതം നിവേദനത്തിലൂടെ അറിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പീരുമേട്.